അനുസരണയുള്ളവരാവാൻ വേണ്ടി ഈ ഉപ്പിയും ഉമ്മയും തന്നെ അവനെ സഹായിക്കുന്നു. അങ്ങനത്തെ മാതാപിതാക്കൾക്ക് അല്ലാഹു നീ റഹ്മത്ത് ചെയ്യണേ എന്ന് ഒരല്ല മനഃശാസ്ത്രപരമായി പാരന്റിങ് ഇഫക്റ്റീവായി നടത്തുന്നവരാ. ഓരോ പ്രത്യേകത എന്താ? ഓനെ ടൂറിന് വിടാത്തോണ്ട് ചൂടിലാ ഉള്ളത്. ഉപ്പാനോട്ട് ടൂറിന് പോയിക്കോട്ടാന്ന് ചോദിച്ചു, ഇല്ല വിടൂലെന്ന് പറഞ്ഞു. ഈ ഉപ്പിയും അത് വേറെ ഒരു ടൈറ്റ് ജയില് പോലെ കഴിയണം. എങ്ങനെ ഓൻ ടെൻഷൻ നിൽക്കുമ്പോ ഉമ്മ ഇപ്പൊ തക്കാളി വാങ്ങാൻ പറഞ്ഞു, ഓന് ഉറപ്പ് പോകില്ലാന്നറിയാം ഷോപ്പില്. അന്നേരം പറയാണ്ടിരിക്കുന്ന ഉമ്മാക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ പറയുന്ന മനസ്സിലായിട്ട് നിങ്ങൾക്ക് മലയാളം? എടാ ഉപ്പ ചൂടായിട്ട് അവനോട് പറഞ്ഞേ ഒരു ദിവസം ഈ തീരെ ഉമ്മാനനുസരിക്കുന്നില്ല, 20 തേങ്ങ ഉരിച്ചിട്ട് വരണം. ഞാൻ ഒന്ന് വീടിൽ പോയിട്ട് വരുമ്പോ 20 തേങ്ങ ഇന്റെ കാൽ മുട്ടി. അന്നേരം ഉമ്മ എന്താ വേണ്ടത്? 20 തേങ്ങ ഉരിക്കാൻ വേണ്ടിട്ട് ഉപ്പ വളരെ ഗൗരവത്തിൽ പറഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടത്? ഉമ്മ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ പറയണ്ടേ? അല്ല, മോന് പേടിക്കണ്ട, ഉമ്മ 10 ഉരിച്ചാൽ മോൻ 10. ആ ഉമ്മാക്ക് നീ റഹ്മത്ത് ചെയ്യണേ എന്ന് മദീനയിൽ ദുആ. കാരണം ആ കുട്ടി തെറ്റിപ്പോകരുത് നമ്മൾ ചിന്തിക്കണം. മക്കൾ അനുസരണ ഉള്ളവരാവാൻ വേണ്ടി ആ മക്കളെ നല്ലോണം ഹെൽപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് ഈ കാലത്ത് അനുസരണക്കേട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നല്ലോണം മക്കളെ ഹെൽപ്പ് ചെയ്ത് ചേർത്ത് പിടിക്കണം. ഇതെന്റെ വക പറയണല്ല, ഇതുള്ളത് അൽ ഫവായിദുൽ മുഖ്താർ എന്ന കിതാബിൽ കാണാം. അതാണ് ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ പറഞ്ഞത്. ഇനി നമ്മൾ വളർത്തിയതനുസരിച്ച് മക്കള് ശരിയായി വരുന്നില്ല, ഓരെന്തൊക്കെയോ കുരുത്തക്കേട് കാണിക്കുന്നു, എന്നാൽ ഒരിക്കലും അവരെ ശപിക്കരുത്, അവർക്കെതിരെ ദുആ ചെയ്യരുത്. കമാ യഫ്അലുൽ ജുഹാലുൽ അല്ലാബാഉൽ ജുഹാൽ, വിവരമില്ലാത്ത വിഡ്ഢികളായ ഉമ്മമാര് ചെയ്യുന്നത് പോലെ ഒരിക്കലും നിങ്ങളെ മക്കൾക്കെതിരെ ദ്വാരക്കരുത്. നീ നന്നാവില്ലടാ, നിന്നെ എത്ര ഉപദേശിച്ചടാ, നിന്റെ എത്ര സ്ഥാപനത്തിൽ ഞാൻ പഠിക്കാൻ അയച്ചു, ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയരുത്. ആ വാക്ക് അർശിങ്കിൽ പോയി മുട്ടി ആ കുട്ടിയുടെ ഭാവി കേടുവരും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ മോന് തീരെ പറഞ്ഞനുസരിക്കണില്ല. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൈ ദഅവത അലൈഹി, നീ മോൻക്കെതിരെ എന്തെങ്കിലും ദ്വാരത്തിനോ? ഞാൻ ഇടക്കിടക്ക് നീ ഒന്നും നന്നാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ പോയിക്കോളി, മോനെ കൂട്ടിയിട്ട് ഓനെ നന്നാവാൻ ഇനി ചാൻസ് ഇല്ല, നിങ്ങൾ തന്നെ മോശാക്കിയില്ലേ. ഒരിക്കലും മക്കൾക്കെതിരെ ദ്വാരക്കരുത്, മക്കളെ ശപിക്കരുത്, അവരെ ചേർത്ത് പിടിക്കണം. ആ അർത്ഥത്തിൽ നമ്മളെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാവണം. ഒരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞു നിർത്താൻ, ഒരു സഹോദരി ഒരു സ്വർണ്ണവള പള്ളിയുടെ പുനർനിർമ്മാണത്തിലേക്ക് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു വീട് ആ ഉമ്മാക്ക് നീ നൽകണേ റഹ്മാനെ. ഫിർഔന് ആസിയ ബീവി ഇസ്ലാമിലേക്ക് കടന്നു വന്ന കാരണത്താൽ ശരീരത്തിലേക്ക് ആണി അടിച്ച് ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ആണി അടിച്ച് താഴെ കടത്തിയിട്ട് വലിയ കെട്ടിടത്തിന്റെ മേലെ നിന്ന് വലിയ പാറക്കല്ലിടുമ്പോ മഹദി ദുആ ചെയ്തത്, റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹ് നീ സ്വർഗ്ഗത്തിൽ ഒരു വീട് തരണേ എന്നാണ്. ആ മഹദിയൊക്കെ അങ്ങനെയാണ് വീട് വാങ്ങിയത്. ആ വീട് കിട്ടാനുള്ള ഒരു ഓഫർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൻ ബനാ ലില്ലാഹി ബൈതൻ, അല്ലാഹുവിന് വേണ്ടി ഒരാൾ പള്ളിയെടുത്താൽ, മൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ എന്ന് മാത്രമല്ല അർത്ഥം, വമൻ വമാ വഅൽ തുസാബി മാ ദുകിർ, അൽഫയിൽ കാണാം. മൻ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്നല്ല, 2 ആൾ കൂടിയായാലും 10 ആൾ കൂടിയായാലും ഈ മഹല്ലിലെ എല്ലാവരും കൂടി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയിട്ട് എല്ലാവരും കൂടി ഒരു പള്ളി എടുത്താൽ ബനല്ലാഹു ലഹും ബൈതൻ ഫിൽ ജന്ന, ഓരോരുത്തർക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു വീട് കൊടുക്കും. ഫതാവിൽ കുബ്രയിൽ മഹാനായ ഇബ്നു ഹജർ തങ്ങളുടെ ഫത്വ ബഖിയത്തുൽ മുസ്തർശിദീനിൽ എടുത്തു ഉദ്ധരിക്കുന്ന കാണാം. അൽ ഖൗലുൻ നാഫിഅ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഹാബി തങ്ങളും പറയുന്നുണ്ട്, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആ സ്ത്രീ അല്ലാഹുവേ മഖ്ബൂലും മബ്റൂറുമായ രീതിയിൽ ഹജ്ജ് ഉംറ ചെയ്യാൻ ഈ സ്വതക്കന്റെ ബർക്കത്ത് കൊണ്ട് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. നമുക്കെല്ലാവർക്കും ഇവിടെ പുനർനിർമ്മാണം നടത്താനിരിക്കുന്ന പള്ളിക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്യാൻ തൗഫീഖുകൾ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഒരൊറ്റ ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞാൽ നിർത്താം. മഹാനായ
ഇമാം ഷഅറാനി റഹിമഹുള്ള അവിടുത്തെ ഹാദിൽ ഹായിരീൻ ഇലാ റുസൂമി അഖ്ലാഖിൽ ആരിഫീൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുന്ന ചരിത്രം. സ്വാലിഹായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അടുത്ത് നാട്ടിലെ കുറച്ച് അഭ്യുതകാംക്ഷികളായ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ നന്നായിട്ട് വളർത്തുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ നിങ്ങളുടെ മോന് കള്ള് കുടിച്ചിട്ട് ലക്ക് കെട്ട് മസ്താവുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്, അത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, വിശേഷിച്ച് നിങ്ങളെ മോനായുണ്ട്. അപ്പൊ ഈ മഹാൻ പ്രതികരിച്ചു, അങ്ങനെയൊന്നും എന്റെ മോൻ കുടിക്കൂല, കാരണം ഞാൻ എന്റെ മോൻ അങ്ങനെ അല്ലല്ലോ വളർത്തിയത്. ഇപ്പൊ ചില രക്ഷിതാക്കളോട് പറഞ്ഞാൽ എന്റെ മോളാ, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പറയും അല്ലേ. അതേപോലെ ഈ മഹാൻ നിഷ്കളങ്കത കൊണ്ട് പറയാം, എന്റെ മോൻ അങ്ങനെ കുടിക്കൂലെന്ന് എനിക്ക് ഉറപ്പല്ലേ, നിങ്ങൾക്ക് അസൂയുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പോരെ. ഈ വന്നവർക്ക് വലിയ വിഷമായി, കാരണം ആ മഹാൻ നമ്മളെ കുറിച്ച് ചിന്തിച്ചെന്താ, നമുക്ക് അവരുടെ മോനോട് എന്തോ അസൂയുണ്ട്. ഇവരെന്താ ചെയ്തതെന്ന് പിന്നീട് ഒരു ദിവസം ഈ മകൻ കള്ളു കുടിച്ച്, മൂക്കറ്റം കള്ളു കുടിച്ച് ലക്ക് കെട്ട് കിടക്കുമ്പോ, മസ്തായി കിടക്കുമ്പോൾ ഒരു തുണിയിൽ ഈ മകനെ കടത്തിയിട്ട് ചുറ്റി, എന്നിട്ട് ഈ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് വാതിൽ മുട്ടിയിട്ട് ഈ മഹാനെ വിളിച്ചു. ഈ മഹാൻ പുറത്തു വന്നു, നിങ്ങൾക്കുള്ള ഒരു സമ്മാനം ഉണ്ട്. തുറന്നു നോക്കുമ്പോ കള്ളു കുടിച്ചിട്ട് വായി നോക്കി ഇങ്ങനെ നുര വരുന്നുണ്ട്. ഈ മഹാൻ പൊട്ടി പൊട്ടി കരഞ്ഞുപോയി, ഹൃദയം പൊട്ടി കരഞ്ഞുപോയി. ഞാൻ എൻ്റെ മോൻ ഇങ്ങനല്ലല്ലോ വളർത്തിയെന്നിട്ട് വല്ലാത്ത കരച്ചില. അന്ന് പാതിരാത്രി ഈ മഹാൻ എഴുന്നേറ്റിട്ട് അള്ളാഹിനോട് പറയാം, എൻ്റെ മക്കളെ ഞാൻ പലപ്പോഴും വളരെ നല്ല രീതിയിൽ തന്നെ തർബിയത്ത് നടത്തിയിട്ടുണ്ട്, പക്ഷെ ഇന്നത്തെ കാഴ്ച എന്നെ തളർത്തി കണ്ണുറപ്പ്. എൻ്റെ മോനെ നീ അങ്ങ് ഏറ്റെടുക്കണം, നീ അങ്ങ് ഏറ്റെടുക്കണം, എന്നെ കൊണ്ടാവില്ല. എൻ്റെ മോനെ നന്നാക്കാൻ എന്നെ കൊണ്ടാവില്ല, നീ ഏറ്റെടുക്കണേ. പൊട്ടി അങ്ങ് കാരണം അള്ളാഹിന്റെ ദർബാറിന് മുട്ടുന്ന രീതിയിൽ അങ്ങ് കരഞ്ഞ് പറഞ്ഞപ്പോൾ പിന്നെന്താ കാണുന്നറിയാം, അത്ഭുതമല്ല മഹാത്ഭുതം. പിറ്റേന്ന് രാവിലെ ഈ മോനെ ആരും പറയാതെ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത്, പിന്നെ ജീവിതത്തിൽ മരണം വരെ ഒരു തുള്ളി, ഒരു കള്ളിന്റെ കുപ്പി ടച്ചില്ല, തൊട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. 5 വക്ത നിസ്കാര ശേഷം അള്ളാഹിനോട് ദ്വാരക്കണം. ഡി അഡിക്ഷൻ സെന്ററിൽ പോകുന്നതിനേക്കാൾ, കൺസൾട്ടിങ് കൗൺസിലിംഗ് കേന്ദ്രങ്ങളിൽ പോകുന്നതിനേക്കാൾ അല്ല, അതിൻ്റെ എത്രയോ 10 മടങ്ങ് ഫലമാണ് എന്ത് അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കൽ എന്ന് പറയുന്നത്. പുതിയ കാലത്ത് വിശേഷിച്ച് നമ്മൾ എത്ര കൺസൾട്ടിങ് നടത്തിയാലും ഒരു പക്ഷെ ആ തെറ്റിലേക്ക് വീണ്ടും വീണ്ടും പെൺകുട്ടികൾ വൃത്തികെട്ട ആൾക്കാരുമായി ലവ് അഫെയറിൽ കുടുങ്ങിയിട്ടോ മറ്റൊക്കെ വീണ്ടും വീണ്ടും പോകും. ആ തെറ്റെന്നൊക്കെ മാറ്റി നിർത്താൻ അള്ളാഹിനോട് ഉപ്പയും ഉമ്മയും പൊട്ടിക്കരന് വിശേഷിച്ചു പാതിരാത്രിയും 5 വക്ത നിസ്കാര ശേഷം ദ്വാരന്നാ മതി. ഷഹറാനി ഇമാം മക്കൾ നന്നാവാനായി തംബീഹുൽ മുഖ്തരീനിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. എത്ര മോശം സാഹചര്യമായാലും, എത്ര വൃത്തികേട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിലും അള്ളാഹ് ഏറ്റെടുത്ത് നന്നാവില്ലേ? അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നൂഹ് നബീന്റെ മോന് കന്നാന് മാത്ത കാഫിറൻ ഈമാനില്ലാണ്ട് മരിച്ചു, അള്ളാഹ് ഏറ്റെടുത്തിട്ടില്ല. അള്ളാഹ് ഏറ്റെടുത്താലോ നന്നാവൂലേ? യൂസുഫ് നബി 13-ാം വയസ്സിലെ ഇടയുണ്ടായത് പൊട്ടക്കിണറ്റില് ക്വാറന്റൈൻ ക്യാമ്പില്. കുറച്ചു കാലം കഴിഞ്ഞിട്ടോ സലീഖാന്റെ വാട്സപ്പ്, വിസ് കോൾ, വീഡിയോ കോൾ, ലവ് ലെറ്റർ, എല്ലാ വൃത്തികേടും ഉണ്ടായില്ലേ? എന്നിട്ടിപ്പോ എന്താ? കുറച്ചു കാലം കഴിഞ്ഞിട്ട് യൂസുഫ് നബി ഇടയുണ്ടായത് നല്ല സ്ഥലത്താ, കള്ളന്മാരും കൊള്ളക്കാരുള്ള ജയിലില്. ഏതെങ്കിലും ഒരു സാഹചര്യം, ഒരു നല്ല സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ എന്താ? യൂസുഫ് നബി പുറത്തു വരുമ്പോ യൂസുഫ് അസ്സിദ്ദീഖ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി. അർശിന്റെ തണൽ കിട്ടുന്ന 7 വിഭാഗമുണ്ട്. ബുഖാരിയിൽ പറഞ്ഞ 7 ക്വാളിറ്റിയും ഈ ദുനിയാവിൽ മേളിച്ച ആളാണ് സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം. ഒന്ന് നീതിമാനായ ഭരണാധികാരി, ഈജിപ്തിലെ ധനമന്ത്രിയായിട്ട് ഫിനാൻസ് അടിപൊളിയായി കൈകാര്യം ചെയ്ത. 2 ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുവത്വം വളരെ മനോഹരമായി ജീവിച്ച് കാണിച്ചാണ്. 3 റജുലാനി തഹബ്ബാ ഫില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഉപ്പാനെയും ഉപ്പ തീർച്ചയാക്കും നബി തിരിച്ചും സ്നേഹിച്ചയാൾ. 4 റജുലുൻ ദഅതു ഇംറഅതുഹു ദഅതു ഇംറഅതുൻ ദഅതു മൻസിബിൻ വജമാലിൻ, സൗന്ദര്യമുള്ള സലീഖ വൃത്തികേടിനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ വഹമ്മത് ബിഹി, യൂസുഫ് നബിയെ വിഭജിക്കാൻ ക്ഷണിച്ചപ്പോൾ വഹമ്മ ബിദർബിഹാ വബിദഫിഹാ, കണ്ടോ? ഫഖാല ഇന്നി അഖാഫു. ഇങ്ങനെ 7 കാര്യമുണ്ട്, ഞാനത് കൊന്നു പോകല്ല. അള്ളാഹിനോട് പൊട്ടിപ്പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കണം. ഈ മജ്ലിസിന്റെ ബർക്കത്തുണ്ട്. അല്ലാഹുവേ, നമ്മുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ റഹ്മാനെ.